ആശകൾ നിറയും സഞ്ചാരികൾ നാം. പടവുകൾ ഓരോന്നും കയറും നേരത്തും ഹൃദയത്തിൻ കൂടെ തെളിയുന്നൊരു ചിത്രം. അത് നമ്മുടെ കോളേജ്. Library, professor, sports day, arts fair, farewell, college, canteen, classroom, library, professor, sports day, arts fair, farewell, college. ഇടനാഴികളും മരമതിലും ഒളി കണ്ണീറുകളും ഇടയാത്ത മനസ്സുകളിൽ വിരിയും സൗഹൃദവും. ഇടനാഴികളും മരമതിലും ഒളി കണ്ണീറുകളും ഇടയാത്ത മനസ്സുകളിൽ വിരിയും സൗഹൃദവും. അണിചേരലും കലഹങ്ങളും ഓർമ്മകളായി ഇന്നിലെ മാറ്റങ്ങളിൽ കാരണമായി നമ്മുടെ കോളേജ്. വേഗം തേടും ലോകത്തിൻ വാരോളം ആശകൾ നിറയും സഞ്ചാരികൾ. വിജയം തേടി പല വഴി പായും മാനവർ നമ്മൾ. ഇടവേളകളിൽ കുളിരായി സങ്കൽപ്പ മനോഹര കാലം. വിജയം തേടി പല വഴി പായും മാനവർ നമ്മൾ. ഇടവേളകളിൽ കുളിരായി സങ്കൽപ്പ മനോഹര കാലം. നോവെങ്കിലും മന്ദസ്മിതത്തിൻ പണമായി ഇന്നെന്നിലോ മുന്നേറുവാൻ പ്രചോദനമായി നമ്മുടെ കോളേജ്. വേഗം തേടും ലോകത്തിൻ നാം. വാനോളം ആശകൾ നിറയും സഞ്ചാരികൾ നാം. പടവുകൾ ഓരോന്നും കയറും നേരത്തും ഹൃദയത്തിൻ കോണിൽ തെളിയുന്നൊരു ചിത്രം. അത് നമ്മുടെ കോളേജ്. നമ്മുടെ കോളേജ്. നമ്മുടെ കോളേജ്. Canteen, classroom, library, professor, sports day, arts fairs, farewell, college, canteen, classroom, library, professor, sports day, arts fairs, farewell, college. കോഴിക്കോട് ബീച്ചിലെ സായം സന്ധ്യ ആസ്വദിക്കാനെത്തിയ നൂറുകണക്കിന് ആളുകൾ. ഒരു നിമിഷം ബീച്ചിലെ വിവിധ കോണുകൾ നിശ്ചലമായി. അമ്പരപ്പും സംശയവുമായി നിന്നവർ പിന്നെ ഒരാൾക്കൂട്ടമായി മാറി.
മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ സന്ദേശവുമായി ഫാറൂഖ് കോളേജിലെ മാനേജ്മെന്റ് ഓഫ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികളാണ് ഫ്രീസിംഗ് മോബും തെരുവ് നാടകവും സംഘടിപ്പിച്ചത്. കുടുംബത്തോട് അഡിക്റ്റഡ് ടു ലൈഫ് എന്നാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഞങ്ങൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബ മൂല്യങ്ങൾ ഇതെല്ലാം വീണ്ടും നിങ്ങൾക്ക് തിരിച്ചറിയാം. അതായത് നമ്മുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കളയാതെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഏറ്റവും നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫ്ലാഷ് മോബിന് സമാനമായി കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഫ്രീസിംഗ് മോബ് അരങ്ങേറിയത്. തുടർന്ന് നടന്ന തെരുവ് നാടകം ചക്രവ്യൂഹം ഗാന്ധിയനാശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കുന്നതിനുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു. മറ്റ് ലഹരികൾ ഉപേക്ഷിച്ച് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ലഹരി ജീവിതത്തിൽ നിറക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഫ്രീസിംഗ് കാലിക്കറ്റ് അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേഗം തേടും ലോകത്തിൻ തോഴർന്ന വാനോളം ആശകൾ നിറയും സഞ്ചാരികൾ നാം. അടവുകൾ ഓരോന്നും കയറും നേരത്തും ഹൃദയത്തിൻ കൂടെ തെളിയുന്നൊരു ചിത്രം, അത് നമ്മുടെ കോളേജ്. Library, professor, sports day, arts fair, farewell, college, canteen, classroom, library, professor, sports day, arts fair, farewell, college. ഇടനാഴികളും മരമതിലും ഒളി കണ്ണീറുകളും. എയ്ഡ്സ് ദിന സന്ദേശവുമായി കോഴിക്കോട് റിവേഴ്സ് വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഫറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികളാണ് വാക്കത്തോണിൽ പങ്കെടുത്തത്. എയ്ഡ്സ് രോഗത്തോടും രോഗബാധിതരോടുമുള്ള സമൂഹത്തിന്റെ പിന്തിരിപ്പൻ സമീപനത്തിനെതിരെയാണ് റിവേഴ്സ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രമാദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൻ്റെ നിലപാട് നമ്മൾ പിന്നോട്ടാണ്, നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അവർ. അപ്പോൾ ആ പുറംതിരിഞ്ഞ് നിൽപ്പ് ഒന്ന് എടുത്ത് കാണിക്കുകയാണ് ഞങ്ങൾ ഇതിലൂടെ. അതാണ് ഞങ്ങൾ പിന്നോട്ട് നടക്കാനായിട്ട്. മുന്നോട്ട് നടപ്പം അത് പുതുമയൊന്നുമില്ല, അത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ടല്ല, നമുക്ക് ധാരണയുണ്ട്. നമ്മൾ ഒരുപാട് ക്യാമ്പയിനിങ് നടത്തുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്നു. പക്ഷേ നമ്മൾ മുന്നോട്ടാണ് നമുക്ക് ധാരണയുണ്ട്. പക്ഷേ നമ്മൾ മുന്നോട്ടല്ല. പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ മനോഭാവത്തിലും നമ്മൾ പ്രത്യേകിച്ച് എയ്ഡ്സ് രോഗികളോട് നമ്മൾ മുന്നോട്ട് തന്നെയാണ്. എയ്ഡ്സ് രോഗബാധിതരെ ഒറ്റപ്പെടുത്തുന്നതും അവകാശങ്ങൾ നിഷേധിക്കുന്നതും നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത നടപടിയാണെന്നും ഇതിനെതിരെയാണ് പ്രതിഷേധമെന്നും സംഘാടകർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നിങ്ങളുടെയൊക്കെ കൂടെ ഈ അലുമിനി മീറ്റിന് വരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഫാമിലിയായിട്ട് ഒരു ഔട്ടിങ്ങിലായതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ചുക്കമ്പടി എന്ന് പറഞ്ഞ മൂന്നാർ ഇടുക്കിയിലെ വളരെ സുന്ദരമായൊരു സ്ഥലത്താണ് ഞാനുള്ളത്. സോ എല്ലാവരും കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ഇങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് എനിക്ക് വരാൻ സാധിക്കാണ്ടിരുന്നത്. ഇങ്ങനൊരു അലുമിനി മീറ്റ് സംഘടിപ്പിച്ച ഫിംസിൻ്റെ ഇതിൻ്റെ ഭാരവാഹികൾക്കെല്ലാം എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുകൂടാണ്ട് എല്ലാവരെയും കാണാനുള്ളൊരു അവസരമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അടുത്ത വർഷം ഇങ്ങനെ ഒരു അലുമിനി മീറ്റ് ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനിവിടെ ഉണ്ടാവും.